ആധുനിക കാലത്ത് നമുക്കിടയിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രവണതയാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷൻ എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ എത്രത്തോളം നല്ലതാണ്, ഇത് ആരാധനയാകുന്നുണ്ടോ ഇത്യാദി കാര്യങ്ങൾ അതിൽ നിന്നും പിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭകൾ യുവതി യുവാക്കളുടെ തള്ളിക്കയറ്റം കാണാറുണ്ട്. കാരണം അവരത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനാണോ പ്രാധാന്യം? അത് ശരിയാണോ? പെന്തക്കോസ്ത് ഉത്ഭവിച്ചിട്ട് ഏതാണ്ട് 100 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 100 കൊല്ലത്തിനിടയിൽ ഈ അടുത്ത കാലത്താണ് നമുക്കിടയിലേക്ക് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് നുഴഞ്ഞു കയറിയത്. ഇത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രീതികളുടെ ഒരു പകർത്തലാണ്. അതിനകത്ത് ഗുരുതരമായ തെറ്റൊന്നുമില്ല. സൗണ്ട് സിസ്റ്റവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സംഗീതത്തെ കൊഴുപ്പിക്കുന്നു. അതിൻ്റെ ബഹളമയം ആളുകൾക്ക് അവരുടെ കൂടിവരവുകളിൽ കൂടുതൽ ഉത്തേജനം പകരുന്നതുമാണ്. അതൊന്നും ഗുരുതരമായ ഭവിഷ്യത്തുകളല്ല. പക്ഷേ ഇത് എന്താണ് എന്ന് വിശകലനം ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ്, 2 വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്: പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പം അതിൽ തന്നെ വ്യക്തമാണ്, പ്രൈസ് വേറെയാണ്, വർഷിപ്പ് വേറെയാണ്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, എന്നെ മരുഭൂമിയിൽ ആരാധിക്കണം. ഫറവോനോട് മോശ എന്ന് പറഞ്ഞതും അതാണ്. ദൈവം കൽപ്പിക്കുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഏതാണ്ട് 500 കൊല്ലങ്ങളോളം ഇസ്രായേൽ മരുഭൂമി ആരാധനയിലായിരുന്നു. അതായത് ഒരു ദൈവാലയം അവർക്കുണ്ടാകുന്നത് വരെ, സോളമന്റെ കാലം വരെ, ഈ സോളമന്റെ കാലം വരെ ഇസ്രായേലിന്റെ ആരാധന കൂടാരത്തിലാണ്. ഈ കൂടാര ആരാധനാ കാലത്തൊന്നും ഒരിക്കൽ പോലും ഒരു സംഗീത ഉപകരണവും ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നില്ല. കൂടാരത്തിനകത്ത് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളുടെ രൂപവും അവയുടെ അളവും കൃത്യമായി ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. അതനുസരിച്ചാണ് മോശ പണിതത്. എന്നാൽ ഒരൊറ്റ സംഗീത ഉപകരണവും മോശ നിർമ്മിച്ചില്ല. പ്രാകാരത്തിലോ വിശുദ്ധ സ്ഥലത്തോ അതിപരിശുദ്ധ സ്ഥലത്തോ സംഗീത ഉപകരണങ്ങൾക്ക് സ്ഥാനമുണ്ടായില്ല. 500 കൊല്ലങ്ങൾ ഇസ്രായേൽ ആരാധിച്ചിരുന്നു. ആരാധനയുടെ ഇടയിലോ ഏതെങ്കിലും അവസരത്തിലോ അവർ ആരും ഉപകരണങ്ങളുടെ സഹായത്തോടെ സംഗീതം ആലപിച്ചതായി നാം കാണുന്നില്ല. പിന്നെ ഇത് ആരംഭിക്കുന്നത് ദാവീദിന്റെ കാലത്താണ്. ദാവീദ് ഒരു ഗായകനായിരുന്നു. ദാവീദ് സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതിൽ നിപുണനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് സംഗീതവും ദൈവാലയ ആരാധനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. ദൈവാലയത്തിലെ ആരാധനാ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ ദാവീദിന് അനുമതിയില്ല. ദാവീദ് യഹൂദ ഗോത്രക്കാരനാണ്. ദൈവാലയത്തിന്റെ പ്രധാന ചുമതല ലേവി ഗോത്രക്കാർക്കാണ്. അപ്പൊ ലേവി ഗോത്രക്കാരനല്ലാത്ത ദാവീദ് സംഗീതത്തെ ആരാധനയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. എവിടെയാണ് ദാവീദ് ചെയ്തത്?
പ്രാകാരത്തിൽ സ്തുതിക്കുന്ന അവസരത്തിലാണ്. സംഗീതം സ്തുതിയുമായി ബന്ധപ്പെട്ടതാണ്. സ്തുതിക്കാൻ മാത്രമേ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാവൂ എന്ന രീതിയിലാണ് ദാവീദ് അത് ചിട്ടപ്പെടുത്തിയത്. ആരാധന യാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടു തരം ആരാധനയാണ് പഴയമത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് യാഗം, രണ്ട് സാഷ്ടാംഗ പ്രണാമം. അപ്പൊ യാഗമാക്കൽ മൃഗത്തെ ബലികഴിക്കാം, വ്യക്തി തന്നെ യാഗമാക്കലാണ് സാഷ്ടാംഗ പ്രണാമം. അപ്പൊ ആരാധന സ്തുതിയല്ല, സ്തുതി ആരാധനയുമല്ല. ആരാധനയിലേക്ക് ജനത്തെ നയിക്കാനുള്ളതാണ് സ്തുതി. അതിൻ്റെ സ്ഥലം പ്രാകാരവുമാണ്. ഇന്നത്തെ കുഴപ്പം, ഈ സ്തുതിക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന അവസരം, അതിൽ ഇൻവോൾവ്മെന്റ് ജനങ്ങൾക്കുണ്ടാകുമ്പോൾ അത് ആരാധനയാണെന്ന് നാം കരുതുന്നു, ജനത്തെ ധരിപ്പിക്കുന്നു, അവരും അതിൽ തൃപ്തരാകുന്നു. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ പാടുന്ന പാട്ടുകൾക്ക് ചേർന്ന് പാടി അതിൽ ലയിച്ച് ആ താളമേളങ്ങളോടൊപ്പം വൈകാരികമായ ഒരു പ്രകടനം നടത്തി ഞാൻ ആരാധിച്ചു എന്ന് പറയാനാണ് ആളുകൾക്ക് താല്പര്യം. അവിടെയാണ് അപകടം. സ്തുതി വേറെ, ആരാധന വേറെ. സ്തുതിക്കട്ടെ, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കട്ടെ, അതിൽ ലയിക്കട്ടെ, പക്ഷെ അത് ആരാധനയാകുന്നില്ല. ആരാധനയ്ക്ക് മുമ്പുള്ള സ്തുതിയുടെ ഭാഗം മാത്രമാണ്. ആരാധനയിൽ നടക്കേണ്ടത് ജനം മുട്ടിന്മേൽ വീഴണം, കരയണം, സാഷ്ടാംഗം പ്രണമിക്കണം, സ്വയം സമർപ്പിക്കണം. ശരീരത്തെ യാഗമായി ഏൽപ്പിക്കുന്നത് പോലെ ദൈവം ഏൽപ്പിക്കണം. അത്തരമൊരു സമർപ്പണത്തിലേക്ക് ജനത്തെ നയിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് സ്തുതി എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. സ്തുതിച്ചു കഴിയുമ്പോൾ ഉടനെ ആരാധിച്ചു കഴിഞ്ഞു എന്ന് ധരിച്ച് മടങ്ങിപ്പോകുമ്പോൾ അതിനകത്ത് വലിയ മൂല്യശോഷണമുണ്ട്. അത് തിരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സ്തുതി നമ്മുടെ സഭകളിൽ നിർബാധം നടക്കട്ടെ, നല്ലതാണ്. നല്ല ഗാനങ്ങൾ ചിട്ടയോടെ താളത്തോടെ പാടട്ടെ, ജനങ്ങളത് ആസ്വദിക്കട്ടെ, അതിൽ ഇഴുകിച്ചേരട്ടെ, മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരട്ടെ. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരവസരം കൂടെ ഉണ്ടാകണം. സങ്കീർത്തനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നൊരു വാക്കാണ് സേല എന്ന വാക്ക്. പല സങ്കീർത്തനങ്ങളിലുമുണ്ട്. എന്തിനാണ് ഈ സേല? സേല എന്ന വാക്ക് എവിടെ കാണുന്നു അവിടെ വാദ്യോപകരണങ്ങൾ നിശ്ചലമാവും. വാദ്യോപകരണങ്ങൾ നിശ്ചലമായി ജനം മുഴുവൻ നേരത്തെ പാടി വന്ന ഭാഗം ഒരു ശബ്ദകോലാഹലങ്ങളുമില്ലാതെ ധ്യാനിക്കുക മാത്രമാണ് അപ്പോൾ ചെയ്യുക. അതിനാണ് സങ്കീർത്തനങ്ങൾക്കിടയിൽ സേല. അപ്പോ പാടുന്നവരുടെ കയ്യിലല്ല ആരാധന ഇരിക്കുന്നത്, ആരാധന കൂടി വരുന്ന ജനത്തിന്റെ കയ്യിലാണ്. അവരതിന് എന്ത് ഉപയോഗിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുക, ഏത് രീതിയിലാണത് പ്രകടിപ്പിക്കുക. ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ, ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച അനുഭവപ്പെടുമ്പോൾ ഓരോരുത്തരും ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അവരവർ നിശ്ചയിക്കുക. അപ്പോഴാണ് ആരാധനയാകുന്നത്. അതാണ് നമുക്കിടയിൽ വേണ്ടത്. ഇവ തമ്മിൽ ഒന്നാണെന്ന് കരുതി ജനങ്ങൾ പലപ്പോഴും ഒന്നാം ഭാഗത്ത് ചേർന്ന് ലയിച്ച് അതിലെ പങ്കാളികളായി അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥ ആരാധന നടക്കാതെ പോകുന്നു എന്നതാണ് ഇതിൻ്റെ ദുരന്തം. റോമാലേഖനം 12-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്:
നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. 2, മനസ്സ് പുതുക്കണം. യഥാർത്ഥ ആരാധന ഇതാണ്. അവിടെ പറയുന്നു യുക്തമായ ആരാധന, ബുദ്ധിയുള്ള ആരാധന, റീസണബിൾ സർവീസ്. ശരീരത്തിൻ്റെ യാഗമാക്കലും മനസ്സിൻ്റെ റിന്യൂവിങ്, പുതുക്കലുമാണ്. ആ തലത്തിലേക്ക് സഭ എത്തിച്ചേരണമെങ്കിൽ യഥാർത്ഥ ആരാധന വെളിപ്പെടണം, ഉണ്ടാകണം, അതിനവസരമുണ്ടാകണം. അതാണ് വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടത്. നാം അതിനെ ഗൗരവപൂർവം കാണണം. അത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.